പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത രൂക്ഷം. പാർട്ടി അന്ത്യശാസനം തള്ളി ഷാജു വി തുരുത്തേൽ ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. രാജിവെക്കാൻ രാവിലെ 11 മണിവരെ നേതൃത്വം സമയം നൽകിയിട്ടുണ്ട്. എന്നിട്ടും രാജിവെച്ചില്ലെങ്കിൽ ചെയർമാനെതിരായ UDF അവിശ്വാസത്തെ പിന്തുണയ്ക്കാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. കോട്ടയത്ത് നിന്ന് ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, രാജിവെച്ചില്ല എങ്കിൽ ചെയർമാനെതിരെ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണോ കേരള കോൺഗ്രസ് എം? ദിവ്യ, രാഷ്ട്രീയ വിവാദങ്ങൾക്കൊട്ടും പഞ്ചമില്ലാത്ത പാലാ നഗരസഭയിലെ ഏറ്റവും പുതിയ വിവാദം നഗരസഭാ ചെയർമാനായ ഷാജു വി തുരുത്തലിനെതിരെ കേരള കോൺഗ്രസ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. രാജിവെക്കണമെന്നുള്ള പാർട്ടി നിർദ്ദേശം ഷാജു വി തുരുത്തൽ പാലിക്കാത്തതിനെ തുടർന്നാണ് ഷാജു വി തുരുത്തലിനെതിരെ ഇന്നലെ കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരികയും ഒപ്പം LDF ഒറ്റക്കെട്ടായി ചെയർമാൻ രാജിവെക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുള്ള കത്ത് രാജിവെച്ചില്ലെങ്കിൽ UDFന്റെ അവിശ്വാസ പ്രമേയത്തെ LDF പിന്തുണയ്ക്കും, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് അംഗങ്ങൾ പിന്തുണയ്ക്കുമെന്നാണ് ഇപ്പോൾ അവരുടെ നിലപാട്. നിലവിൽ 10 അംഗങ്ങളാണ് ഷാജു വി തുരുത്തൽ അടക്കമുള്ളത്. അതിനുശേഷം 9 അംഗങ്ങളാകും. അപ്പോഴും 5 അംഗങ്ങളുടെ പിന്തുണ കൂടി വേണം. 14 അംഗങ്ങളുടെ പിന്തുണ വേണം അവിശ്വാസം പാസ്സാകാൻ. സ്വാഭാവികമായും UDFന്റെ അവിശ്വാസത്തിനൊപ്പം കേരള കോൺഗ്രസും നിൽക്കുമ്പോൾ അത് പാസ്സാകാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഈ ഒരു ഘട്ടത്തിൽ UDF എന്ത് നിലപാട് സ്വീകരിക്കും? ഒരുപക്ഷെ ഷാജു വി തുരുത്തലിനെതിരെ കൊണ്ടുവന്നിരിക്കുന്ന അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് ഒരുപക്ഷെ അവർ തന്നെ വിട്ടുനിന്ന് കേരള കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ തിരിച്ചടി കൊടുക്കുവാൻ അവർ ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മാണി സി കാപ്പന്റെ വീട്ടിൽ UDF പാർലമെന്ററി പാർട്ടിയുടെ യോഗം പുരോഗമിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഒരു തീരുമാനം എടുത്തതിനു ശേഷം അത് നഗരസഭയിൽ നടപ്പിലാക്കാനായിരിക്കും UDF തീരുമാനിക്കുക. കൂടാതെ LDFിലെ അംഗങ്ങളായ CPM CPI അംഗങ്ങൾ UDFന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. പാർട്ടി നേതൃത്വങ്ങൾ CPI CPI അംഗങ്ങൾക്ക് ഇത്തരത്തിൽ UDFന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുവാൻ അനുമതി നൽകുമോ എന്നുള്ളതും രാഷ്ട്രീയ കൗതുകമാണ്. എന്തായാലും പാലാ നഗരസഭയിൽ ഇന്ന് വലിയ കൗതുകങ്ങൾ നടക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും 11 മണിക്ക് ഷാജു വി തുരുത്തൽ നഗരസഭയിൽ എത്തില്ല. അദ്ദേഹം ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. എന്തായാലും അദ്ദേഹത്തിനോട് ഇന്നലെ രാത്രി വൈകിയും ഇന്ന് രാവിലെയും കേരള കോൺഗ്രസ് നേതാക്കൾ തുടർച്ചയായി ചർച്ച നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് 3 പതിറ്റാണ്ടായി താൻ പൊതുരംഗത്തുണ്ട്. കൗൺസിലറായി 20 വർഷത്തിൽ ഏറെയുണ്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ കേവലം 1 വർഷം മാത്രമാണ് തനിക്ക് ചെയർമാൻ സ്ഥാനം നൽകിയത്. പാർട്ടിയിലെ ചില അംഗങ്ങൾ ചേർന്നാണ് തന്നെ മാറ്റാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് താൻ ഒരു കാരണവശാലും രാജിവെക്കില്ല. പാലാ നഗരസഭയിലാണ് പ്രതിസന്ധി. ചെയർമാൻ ഷാജു വി തുരുത്തേൽ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് പാർട്ടി. ഇന്ന് രാജിവെച്ചില്ല എങ്കിൽ UDFന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്നാണ് കേരള കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.